കഴിഞ്ഞ വീഡിയോയിൽ 25 പേജ് വരെ പറഞ്ഞു അല്ലേ. ഇത് പേജ് നമ്പർ 26 കേട്ടോ. വിച്ച് ബേർഡ് ഈറ്റ്സ് ഫ്ലെഷ്? ഫ്ലെഷ് എന്താണ്? നമ്മൾ മാംസം കഴിക്കുന്ന ബേർഡ് ഏതാണ്? ഇതിൽ പാരറ്റ്, ഹെന്ന്, ക്രോ, ഈഗിൾ. ഇതിൽ ഈഗിളാണ്. ഓക്കെ, ആൻസർ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലെഷ് നമ്മൾ മാംസം കഴിക്കുന്ന ബേർഡ്. വിച്ച് ഡൊമസ്റ്റിക് ആനിമൽ ഈസ് മോർ ഫ്രണ്ട്ലി ടു മാൻ? നമ്മൾ മനുഷ്യന്മാരോട് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നല്ല സൗഹൃദമായിട്ട് പെരുമാറുന്ന ഒരു ഡൊമസ്റ്റിക് ആനിമൽ, ഒരു വളർത്തുമൃഗം ഏതാണെന്നാണ്. അപ്പോൾ ആൻസർ ഡോഗ്, നായയാണ്. അടുത്തത് വിച്ച് ബേർഡ് ഡസ് നോട്ട് ഫ്ലൈ? പറക്കാൻ കഴിയാത്ത പക്ഷി. ഓസ്ട്രിച്ച്, ഒട്ടക പക്ഷിയാണ്. വിച്ച് അനിമൽ ഹാസ് ദ ലോങ്ങസ്റ്റ് നെക്ക്? നല്ല നീളമുള്ള നെക്ക്, കഴുത്തുള്ള അനിമൽ ഏതാണ്? ജിറാഫ്, ബി ആണ്. അടുത്തത് ദ ബിഗ്ഗസ്റ്റ് വെഹിക്കിൾ വിച്ച് ട്രാവൽസ് ഇൻ വാട്ടർ? വെള്ളത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന വെഹിക്കിൾ ഇതിലേതാണെന്നുള്ളത്. അപ്പോൾ ഷിപ്പ്. അടുത്തത് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്ലഫ്? നമ്മൾ പാടത്തിൽ അല്ല, എന്താ പറയുക, ഉഴുതുമറിക്കുകയൊക്കെ ചെയ്യൂലേ, അങ്ങനെ പാടത്തിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? അപ്പം ട്രാക്ടർ. അടുത്തത് വിച്ച് അനിമൽ ഗോഡ്സ് ഓർ ഹോം? നമ്മുടെ വീട്ടിന് കാവൽ നിൽക്കുന്ന അനിമൽ ഏതാണ്? ഡോഗ്. നെക്സ്റ്റ് ദ കളർ ഓഫ് യുവർ ഹെയർ? നമ്മുടെ ഹെയറിൻ്റെ, മുടിയുടെ കളർ ഏതാണ് എന്നാണ്. ബ്ലാക്ക് ആണ്. വാട്ടർ ഈസ് ഡ്രിങ്ക്? എന്താണ്? വെള്ളം നമ്മൾ കുടിക്കുകയാണ്. ഫുഡ് എന്താ ചെയ്യണതെന്ന്. അപ്പോൾ നമ്മൾ ഈറ്റ് അല്ലേ, ഫുഡ്, ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് നാഷണൽ ഫ്ലവർ ഏതാണ്? നമ്മുടെ ദേശീയ പുഷ്പം എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ലോട്ടസ്. ലോട്ടസാണ് ആൻസർ വരുന്നത്. അടുത്തത് വിച്ച് അനിമൽ ക്യാൻ ട്രാവൽ ഓൺ ഡെസേർട്ട്? ഡെസേർട്ടിലൂടെ, നമ്മൾ എന്താ പറയുക, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമി കേട്ടോ. മരുഭൂമി കൂടെ യാത്ര ചെയ്യുന്ന മൃഗം ഏതാണ്? ക്യാമലാണ്. ഇതൊക്കെ ആൻസർ എല്ലാം ഇംഗ്ലീഷിൽ തന്നെ പഠിക്കണം കേട്ടോ. വിച്ച് ബേർഡ് ക്യാൻ ഇമിറ്റേറ്റ് ദ സ്പീച്ച്? നമ്മൾ സംസാരിക്കണതൊക്കെ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യണം, അനുകരിക്കണ ഒരു പക്ഷി ഏതാണ്? ബി, പാരറ്റ്, തത്തയാണ് കേട്ടോ. വിച്ച് അനിമൽ ഈറ്റ്സ് പ്ലാന്റ്സ് ഓൺലി? ഇതെന്താണ്? പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ചെടികളൊക്കെ കേട്ടോ. അത് മാത്രം ഭക്ഷണം കഴിക്കണം, അത് മാത്രം കഴിക്കുന്ന, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ഒരു അനിമൽ ഇതിലേതാണ്? ഇതിൽ ബാക്കിയുള്ളവരൊക്കെ എന്താണ്, വേറെ ജീവികളെയൊക്കെ പിടിച്ച് തിന്നൂല, ലയൺ, ടൈഗറൊക്കെ. അപ്പോൾ അതിൻ്റെ ആൻസർ എലഫൻ്റ് ആണ്. വിച്ച് ബേർഡ് ക്യാൻ സ്വിം ഇൻ വാട്ടർ? വെള്ളത്തിൽ നീന്താൻ കഴിയുന്ന ബേർഡ് ഏതാണ്? ഇത് ഡക്ക്, താറാവ് കേട്ടോ. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് മേക്സ് ഇറ്റ്സ് നെസ്റ്റ്? ഇതിൽ കൂട് സ്വന്തമായിട്ട് ഉണ്ടാക്കാത്ത ജീവി ഏതാണ്? അപ്പോൾ ആൻസർ ഹെന്നാണ് കൊടുത്തത്. ഹെന്നിൻ്റെ കൂട് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. ബാക്കിയുള്ളതൊക്കെ ഒരു സ്വന്തമായിട്ട് ഓരോ കൂടൊക്കെ ഉണ്ടാക്കുന്ന പക്ഷികളാണ്. നെക്സ്റ്റ് വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആനിമൽ? ഇതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ്, വലിയ മൃഗം ഏതാണ്? എലഫൻ്റാണ്. വിച്ച് അനിമൽ ഗിവ് അസ് മിൽക്ക് തരുന്നത്, നമുക്ക് പാല് തരുന്ന മൃഗം ഏതാണ്? ഇതിൽ കൗ ആണ്, പാല് തരുന്ന മൃഗം. വിച്ച് ഫുഡ് വി ഈറ്റ് വിത്തൗട്ട് കുക്കിംഗ്? നമുക്ക് പാചകം ചെയ്യാതെ കഴിക്കാൻ പറ്റിയ ഭക്ഷണം ഇതിലേതാണ്? ഫ്രൂട്ട്സ് നമ്മൾ അതുപോലെ തന്നെ കഴിക്കണം, ബാക്കിയൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് കഴിക്കണത്. വിച്ച് ഈസ് അവർ നാഷണൽ ഫ്ലവർ? ഇതിൽ നാഷണൽ ഫ്ലവർ ഏതാണ്? നമ്മുടെ ദേശീയ പുഷ്പം ലോട്ടസ് ആണ്, താമരയാണ്. അടുത്തത് വിച്ച് ഈസ് അവർ നാഷണൽ ആനിമൽ? ദേശീയ മൃഗം ഏതാണ്? ഇതിൽ ടൈഗറാണ് ദേശീയ മൃഗം. ഇതിപ്പോൾ നമ്മൾ ഈ നാഷണൽ ഫ്ലവർ, നാഷണൽ ആനിമലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഇതിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും എക്സാമിന് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. വി ഈറ്റ് ഫുഡ് വിത്ത് അവർ? നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഇതിൽ ഏത് അവയവം വെച്ചിട്ടാണ് നമ്മുടെ ഭക്ഷണം കഴിക്കണത് നമ്മൾ? അപ്പോൾ ഇതിൽ മൗത്ത്, നമ്മുടെ വായ, മൗത്താണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അവയവം. വി ഹാവ് ഡാഷ് ഫിംഗേഴ്സ് ഓൺ വൺ ഹാൻഡ്? ഒരു കയ്യിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്? വിരലുകൾ, എത്ര വിരലുകളാണുള്ളത്?
5 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ്, എ ബേർഡ് ഹാസ് ഡാഷ് ലെഗ്സ്. ഒരു ബേർഡിന് എത്ര കാലുകളാണുള്ളത്? ഒരു പക്ഷിക്ക് 2 കാലുകൾ. വിച്ച് ഈസ് ദ പിക്ചർ ഓഫ് ക്യാമൽ. ഇതിൽ ക്യാമലിൻ്റെ ചിത്രം ഏതാണ്? ആൻസർ ബി ആണ്, ക്യാമൽ. ക്യാമൽ എന്ന് വെച്ചാൽ ഒട്ടകം. വിച്ച് ഈസ് ദ പിക്ചർ ഓഫ് പപ്പായ. ഇതിൽ പപ്പായ ഏതാണ്? നെക്സ്റ്റ് സി ആണ് ആൻസർ, പപ്പായ. ഇതിൽ കിങ് ഓഫ് ഫോറസ്റ്റ്. ഇതിൽ എന്താണ്? കാട്ടിലെ രാജാവ്, ലയൺ. അടുത്തത്, വിച്ച് ഫ്രൂട്ട് ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ഫ്രൂട്ട്സ്. അപ്പോൾ കാട്ടിലെ രാജാവ് ലയൺ ആണ്. ഇവിടെ ഫ്രൂട്ട്സിൽ കിങ് ആരാണ്? മാംഗോ ആണ്. ഡി, ആൻസർ ഡി ആണ്. വിച്ച് വൺ ഗീവ്സ് അസ് മിൽക്ക്. നമുക്ക് മിൽക്ക് തരുന്നത് ഏതാണ്? ഇതിപ്പോൾ നമ്മൾ അപ്പുറത്ത് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നാണ് കേട്ടോ. മിൽക്ക് തരുന്നത് കൗ ആണ്. ഹു റൺസ് ഫാസ്റ്റർ. നമ്മളെന്താണ് ഇതിൽ 4 ജീവികളുടെ ഫോട്ടോ കൊടുത്തിന്. ഇതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് സ്പീഡായിട്ട് ഓടാൻ കഴിയുന്നത് ഏതാണ്? ഹോഴ്സാണ്. ഇതിനകത്ത് ചീറ്റേൻ്റെ ഫോട്ടോ ഒക്കെ വരികയാണെങ്കിൽ ആ ചീറ്റേനെയാവും നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ 4 എണ്ണത്തിൽ ഹോഴ്സാണ്. അത് വിചാരിച്ചിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ഓടുന്നത് ഹോഴ്സല്ല. ഈ 4 ചിത്രങ്ങളിൽ ഹോഴ്സാണെന്ന് മാത്രം. ഹു ഈസ് ദ ഷിപ്പ് ഓഫ് ഡെസേർട്ട്. മരുഭൂമിയിലെ കപ്പൽ. നമ്മളൊരു പ്രാവശ്യം പറഞ്ഞത് ക്യാമൽ. നെക്സ്റ്റ്, വിച്ച് വൺ ഈസ് എ വെജിറ്റേറിയൻ. ഇതിനകത്ത് വെജിറ്റേറിയൻ ആരാണെന്നാണ് നമ്മളവിടെ പഠിച്ചത് തന്നെയാണ്. എലഫൻ്റ് ആണ് വെജിറ്റേറിയൻ. മറ്റുള്ളവർക്ക് മാംസം കഴിക്കുന്നവരാണ്. ഇത് വെജിറ്റേറിയൻ ആണ്. നെയിം ഓഫ് ദ പിക്ചർ ദാറ്റ് ബിഗിൻസ് വിത്ത് ഇ. ഇ വെച്ചിട്ട് തുടങ്ങുന്നത് ഇതിനെ എഗ് അല്ലേ. ഇ വെച്ചിട്ട് ഫസ്റ്റ് ലെറ്റർ ഇ ആയിട്ട് വരുന്ന വാക്ക് ഇതിൽ ഇ ആണ്, എഗ്ഗാണ് ഇ വെച്ചിട്ട് തുടങ്ങുന്നത്. വാട്ട് ഈസ് ദ കളർ ഓഫ് ബ്ലഡ്. നമ്മുടെ ബ്ലഡിൻ്റെ കളർ എന്താണ്? ബ്ലഡ് റെഡ് കളറിലാണ് അല്ലേ. നമ്മുടെ രക്തം വരുന്നത് റെഡ് കളറിലാണ്. വിച്ച് വെഹിക്കിൾ ഹാസ് നോ വീൽസ്. ഇതിനകത്ത് ചക്രങ്ങളൊന്നുമില്ലാത്ത വെഹിക്കിൾ ഏതാണ്? ഷിപ്പാണ്. ഷിപ്പിനാണ് വീൽസ് ഇല്ലാത്തത്. ബാക്കിയൊക്കെ വീൽസുള്ള വെഹിക്കിൾസാണ്. നെക്സ്റ്റ്, കൗണ്ട് ദ സർക്കിൾ. ഇങ്ങനെ സർക്കിളൊക്കെ വരുമ്പോൾ നമ്മൾ മക്കളുടെ അടുത്ത് ഇങ്ങനെ ഒരു വര വരച്ച് ഇത് പെട്ടെന്ന് ചിലപ്പോൾ ഇതിനകത്ത് ഒരുപാടുണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ വരും. നമുക്കത് ചിലപ്പോൾ പെട്ടെന്ന് എണ്ണാൻ കിട്ടും. അവരോട് എന്ത് ചെയ്യുക, ഇങ്ങനെ ഓരോന്നിനകത്ത് ഇങ്ങനെ വര വരച്ച് വെക്കാൻ പറയാം എത്ര എണ്ണം ഉണ്ടോയെന്ന്. അപ്പോൾ ഇതിനകത്ത് 5 എണ്ണമാണ്. ഇത് 5 സർക്കിളാണ്, 5 വട്ടമുണ്ട്. ഇങ്ങനെ 1, 2 അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓരോ വര വരച്ച് നോക്കിയാൽ മതി. അങ്ങനെ എണ്ണാൻ പറഞ്ഞാൽ മതി, അപ്പോൾ പെട്ടെന്ന് കിട്ടും. 5 എണ്ണം ഉണ്ട്. പിന്നെ കളർ ഓഫ് അവർ നാഷണൽ ഫ്ലാഗ്. നാഷണൽ ഫ്ലാഗിൻ്റെ കളേഴ്സ് ഇതിലേത് സെറ്റാണ് എന്നാണ്. ഇതിന് സി ആണ് വരുന്നത്. സാഫ്രോൺ, വൈറ്റ്, ഗ്രീന്. സാഫ്രോൺ വെച്ചാൽ കുങ്കുമ കളർ. വെള്ള, ഗ്രീന്. ഈ 3 കളറിലാണ് നാഷണൽ ഫ്ലാഗ്, നമ്മുടെ പതാക, ദേശീയ പതാകൻ്റെ കളർ വരുന്നത്. നെക്സ്റ്റ്, നെയിം ഓഫ് ദ ഡാൻസിങ് ബേർഡ്. ഡാൻസ് കളിക്കണം ബേർഡ് ഏതാണ്? ഓക്കെ, ഓഫ് കോഴ്സ് പീക്കോക്ക്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ, പീക്കോക്കാണ്. അടുത്തത്, വിച്ച് ഈസ് ഡിഫറെൻറ്റ് വൺ. ഇതൊക്കെ ഏത് കുട്ടിക്ക് മനസ്സിലാവും. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് സി മാത്രമാണ്. ബാക്കിയൊക്കെ ഒരുപോലെ വരുന്നതാണ്. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത്. അടുത്ത പേജ്. ഡിഫറെൻറ്റ് വൺ. ഇതും ഡിഫറെൻറ്റ് വൺ തന്നെയാണ്. ഇതൊക്കെ സിമ്പിളായിട്ട് കണ്ടെത്താവുന്നതുള്ളൂ. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഇത് മാത്രമാണ്. ബി ആണ് ആൻസർ വരുന്നത്. ഇതന്നെ വരുന്നില്ല കേട്ടോ എക്സാമിന്. എങ്ങനെയും വരാൻ ചിത്രങ്ങൾ ഡിഫറെൻറ്റ് വൺ ആയിട്ട്. വിച്ച് ഈസ് ദ പിക്ചർ ഓഫ് റൗണ്ട്. ഇതിൽ റൗണ്ട് ഷേപ്പിൽ വരുന്നത് ഏതാണ്? ഓക്കെ, ഇതാണ് റൗണ്ട് ഷേപ്പിൽ വരുന്നത്. കൺഫ്യൂഷൻ വരും. ഇത് ഓവൽ ഷേപ്പാണ്. എഗ്ഗ് ഓവൽ ഷേപ്പാണ്. റൗണ്ട് ഷേപ്പിൽ വരുന്നത് ബോളാണ്. ഇത് പഠിപ്പിക്കുമ്പോൾ ഇത് റൗണ്ടാണ്, ഇത് ഓവലാണ്, രണ്ടും പഠിപ്പിക്കണം. എന്താ വെച്ചാൽ ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ മാറിയിട്ട് ഇവിടെ റൗണ്ടിന് പകരം ഓവൽ വന്നിട്ട് ഇതേ പിക്ചർ വന്നാൽ കുട്ടികൾ ഇതിൽ കണ്ട ഒരു ധാരണയിൽ ചിലപ്പോൾ ബോളെന്ന് എഴുതിയിരിക്കും. അപ്പോൾ ബോൾ റൗണ്ട് ഷേപ്പാണ്, ഇത് ഓവൽ ഷേപ്പാണ്. രണ്ടും വ്യത്യാസം പറയാം. ഐ ലിവ് ഇൻ എ വാട്ടർ. ഞാൻ വെള്ളത്തിൽ ജീവിക്കുന്നു. ഐ ആം എ ടേസ്റ്റി ഫുഡ്. ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഹു ആം ഐ. ഇതാരാണ് എന്നാണ്. ഇതിൽ വെള്ളത്തിൽ ഉണ്ടാവുന്ന നല്ല ടേസ്റ്റുള്ള ഫുഡ് ഏതാണ്? ഫിഷാണ്. സി ആണ് ആൻസർ. വിച്ച് ഈസ് എ പ്ലാന്റ്. ഇതിൽ ചെടി ഏതാണെന്നാണ്. പ്ലാന്റ് ബി ആണ്.
നെക്സ്റ്റ് വിച്ച് വൺ ഈസ് ദ ടോളസ്റ്റ് അനിമൽ? ഏറ്റവും കൂടുതൽ നീളമുള്ള അനിമൽ, ഉയരമുള്ള അനിമൽ ഇതാണ്, സി ആണ്. ബിഗ്ഗസ്റ്റ് അനിമൽ അല്ല, ടോളസ്റ്റ് അനിമൽ. ബിഗ്ഗസ്റ്റ് അനിമൽ എലിഫൻ്റ് ആണ്, ടോളസ്റ്റ് അനിമൽ ജിറാഫ്. വിച്ച് ഈസ് ദ പിക്ചർ ഓഫ് എ ലിയോപ്പാർഡ്? ലിയോപ്പാർഡ് എന്നാൽ പുള്ളിപ്പുലി. ഇതിലേതാണ് ലിയോപ്പാർഡിൻ്റെ ചിത്രം? ആൻസർ സി. വിച്ച് ഈസ് ദ പിക്ചർ ഓഫ് റൈനോസസ്? ഇതിൽ റൈനോസർ ഏതാണ്? ഇതാണ് റൈനോസർ. വിച്ച് ഈസ് ദ പിക്ചർ ഓഫ് ഹിപ്പോപ്പൊട്ടാമസ്? ഇതിൽ ഹിപ്പോപ്പൊട്ടാമസ്, ഇതാണ് ഹിപ്പോപ്പൊട്ടാമസ് വരുന്നത്. വിച്ച് ഈസ് ദ പിക്ചർ ഓഫ് സീബ്ര? സീബ്ര ഏതാണ്? ആൻസർ എ ആണ്. ഇതിൽ പിങ്ക് കളറിലെ ഫ്ലവർ ഏതാണ്? വിച്ച് ഫ്ലവർ ഈസ് ഇൻ പിങ്ക് കളർ? പിങ്ക് കളറിൽ വരുന്നത് സി ആണ്. അത് കളർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് പിങ്ക് കളർ. ഇത് റെഡ്, വൈറ്റ്, പിങ്ക്, യെല്ലോ. വിച്ച് ഫ്ലവേഴ്സ് ഇൻ വൈറ്റ് കളർ? അപ്പോൾ ഇതെങ്ങനെയും ചോദിക്കാം കേട്ടോ. വെള്ള കളർ വരുന്നതാണ് ഇപ്പോൾ ഇത് ചോദിച്ചത്. അപ്പോൾ ഏത് കളറും വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വൈറ്റ് കളറിൽ വരുന്നത് ഡി ആണ്, നമ്മുടെ ജാസ്മിൻ. വിച്ച് വൺ ഈസ് യൂസ്ഡ് ടു നോ ടൈം? എന്താണ് സമയം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? ക്ലോക്കാണ്. അടുത്തത് കൗണ്ട് ആൻഡ് റൈറ്റ് ആണ്. ഇത് മാത്സിൽ വരുന്നതാണ് കേട്ടോ. ഇനിയുള്ളത് ഇത് കൗണ്ട് ആൻഡ് റൈറ്റ് ആണ്. ഇത് ഓരോന്നും ഇങ്ങനെ എണ്ണിയിട്ട് എണ്ണം ഇവിടെ എഴുതാൻ വേണ്ടിയിട്ട്. എന്താ 1 2 3 4 5 6 7 8 9 10 11 12 ആണ് ആൻസർ. ആൻസർ ഈസ് 12. 12 ഇവിടെ 12 എന്ന് എഴുതാം. നമ്പർ എഴുതാനാണ്, സ്പെല്ലിംഗ് അല്ല. പിന്നെ ചൂസ് ആൻഡ് റൈറ്റ് ദ നമ്പേഴ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും പഠിക്കുന്നത് തന്നെയാണ്. ബിഫോർ, ഇതിന് മുമ്പും ശേഷവും വരുന്ന നമ്പേഴ്സ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 8ൻ്റെ മുമ്പ് വരുന്നത് 7, 8 കഴിഞ്ഞിട്ട് വരുന്നത് 9. അതുപോലെ ഇതിൻ്റെയൊക്കെ മുമ്പും ശേഷവും വരുന്ന നമ്പേഴ്സ് എഴുതാൻ. ഇപ്പോൾ 69ന് മുമ്പ് 68, 69, പിന്നെ 70. അങ്ങനെ അതിന് മുമ്പും ശേഷവും വരുന്ന നമ്പേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് അവർ ലീഡേഴ്സ്. ഇതൊന്നും സ്പെല്ലിങ് പഠിപ്പിക്കണ്ട കേട്ടോ. ഇതൊക്കെ കുട്ടികൾക്ക് ഇതിൻ്റെ പേര് ആണ് അറിയേണ്ടത്. ഓക്കെ. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ, ലാൽ ബഹദൂർ ശാസ്ത്രി, രവീന്ദ്രനാഥ് ടാഗോർ, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, വല്ലഭായ് പട്ടേൽ, ഝാൻസി റാണി, സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി, APJ അബ്ദുൽ കലാം. നമ്മുടെ ലീഡേഴ്സിൻ്റെ പേരാണ്. ഇതൊക്കെ പേര് പറഞ്ഞിട്ട് ഓരോ ചിത്രവും കാണിച്ചു കൊടുക്കുമ്പോൾ അത് ആരാന്നുള്ളത് കുട്ടിക്ക് മനസ്സിലാവണം. അവർ കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ ഇതാണ് നമ്മുടെ രാജ്യം ഇന്ത്യ. രാജ്യത്തിൻ്റെ ഭൂപടമാണിത്. ഇത് നാഷണൽ ഫ്ലാഗ്, നമ്മുടെ ദേശീയ പതാകയാണ്, നമ്മുടെ ട്രീ കളർ ഫ്ലാഗ്. നാഷണൽ എംബ്ലാണിത്, അശോകസ്തംഭ. പിന്നെ നാഷണൽ അനിമൽ ടൈഗർ. ദേശീയ മൃഗം കേട്ടോ, ഇത് ദേശീയ ചിഹ്നം, ദേശീയ പതാക. അങ്ങനെ നാഷണൽ ബേർഡ്, ദേശീയ പക്ഷി പീക്കോക്ക്. നാഷണൽ ഫ്ലവർ, ദേശീയ പുഷ്പം ലോട്ടസ്. നാഷണൽ ട്രീ, ബാനിയൻ ട്രീ ആണ് നമ്മുടെ മറ്റേ ആൽമരം കേട്ടോ, ബാനിയൻ ട്രീ. നാഷണൽ ഫ്രൂട്ട്, ദേശീയ ഫലം മാംഗോ ആണ്. നാഷണൽ ഗെയിം, ദേശീയ കളി വരുന്നത് ഹോക്കിയാണ് കേട്ടോ. പിന്നെ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ, ഇത് കറണ്ട് അഫയേഴ്സ്. പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു. ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ആൾക്കാരുടെ പേര് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ്റെ പ്രസിഡൻറ്റ്, അതുപോലെ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഗവർണർ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പിന്നെ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഓക്കെ, ഇതിൻ്റെയൊക്കെ പേര് പഠിക്കണം കേട്ടോ. ഇതിൻ്റെയൊക്കെ പേര് പഠിക്കണം. പിന്നെ നമ്മുടെ കറൻസീസ്, ഇതുപോലെ നമുക്ക് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു. ഇതന്നെ പഠിക്കാനുണ്ട്. അവർ കോയിൻസും കറൻസീസും നമ്മുടെ നാണയങ്ങളാണ്. ഇത് കറൻസീസ് കേട്ടോ, നോട്ടുകളും. ഇതൊക്കെ ഓരോന്നായ്മ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ, പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഇങ്ങനെയുള്ളതിന് കോയിൻ എന്ന് പറയും, മറ്റേത് നോട്ടായിട്ട് വരുന്നതിന് കറൻസീസ് എന്നും പറയും. പിന്നെ സ്വരാക്ഷരങ്ങൾ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വായിക്കാൻ അറിയുന്നതാണല്ലോ. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും.
പിന്നെ പച്ചക്കറികൾ, പഴങ്ങൾ, പൂക്കൾ ഇതൊക്കെ മലയാളം ആയതുകൊണ്ടാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ വായിച്ചിട്ട് പോവാത്തത് കേട്ടോ. വളർത്തുമൃഗങ്ങൾ, വന്യമൃഗങ്ങൾ, പക്ഷികൾ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചാൽ അതന്നെ അതിൻ്റെ തന്നെ മലയാളമാണ്. ദെൻ ഇതാണ് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ.